ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് ന്യൂസുള്ള 3 സ്റ്റോക്സുകളാണ്. അപ്പോൾ പോസിറ്റീവ് ന്യൂസിൽ ആദ്യത്തെ സ്റ്റോക്സ് വന്നിരിക്കുന്നത് എമ്മാൻഡ് ആണ്. അപ്പോൾ എമ്മാൻഡ് 1,11,69 യൂണിറ്റ്സ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 32.4% കൂടുതലാണ്. അതുപോലെ തന്നെ 72,198 യൂണിറ്റ്സ് ആണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. അത് 17.7% വർധനവാണ് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും അവർ എക്സ്പോർട്ടിൽ 42% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത സ്റ്റോക്സ് കോൾ ഇന്ത്യ ആണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനിങ് കമ്പനിയാണ് കോൾ ഇന്ത്യ. അപ്പോൾ കോൾ ഇന്ത്യ 9,093.7 കോടിയുടെ പ്രോഫിറ്റാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17.8% ആണ് ഇതിൻ്റെ ഗ്രോത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ റവന്യൂ കൂടിയിട്ടുണ്ട്. 2.8% റവന്യൂ കൂടിയിരിക്കുന്നത്. കമ്പനി അതുപോലെ തന്നെ ഇൻട്രീം ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്ത പോസിറ്റീവ് ന്യൂസ് ഉള്ള സ്റ്റോക്സ് JSW എനർജി ആണ്. JSW എനർജിയുടെ പാർട്ടായ JSW നീ എനർജിക്ക് ഒരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. അതായത് 500 മെഗാവാട്ടിൻ്റെ വിൻഡ് എനർജി പ്രൊജക്റ്റ്. ഈ ഒരു പ്രൊജക്റ്റിൽ തന്നെ 700 മെഗാവാട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടോട്ടൽ പ്രൊജക്ട് കപ്പാസിറ്റി 1025 മെഗാവാട്ട് ആവും. അപ്പോൾ ഇത് JSWന് ഒരു പോസിറ്റീവ് ന്യൂസാണ്. അടുത്ത നെഗറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നത് ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ കമ്പനി 17.4 കോടിയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ. പക്ഷേ ഇത് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 88% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല റവന്യൂവിലും കുറവ് വന്നിട്ടുണ്ട്. 22.2% കുറവ് റവന്യൂവിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കമ്പനിക്ക് ഒരു നെഗറ്റീവ് ന്യൂസാണ്. അടുത്ത നെഗറ്റീവ് ന്യൂസ് ഉള്ളത് സെയിലാണ്. അപ്പോൾ സെയിൽ നെറ്റ് പ്രോഫിറ്റിൽ 22% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ അവരുടെ റവന്യൂവിലും 6.8% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത നെഗറ്റീവ് ന്യൂസ് ഉള്ളത് ഗാലക്സി സർഫാക്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റിൽ 32.8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല റവന്യൂവിൽ 13.3% ഇടിവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 3 പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് ന്യൂസും വന്നിട്ടുള്ള സ്റ്റോക്സുകൾ. അപ്പോൾ ഈ 6 സ്റ്റോക്സുകൾ ഇന്നൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം.